പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജനുവരി 14. നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. DRDO സക്സസ്ഫുള്ളി ടെസ്റ്റ് നാഗ് മാർക്ക് 2 ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. DRDO നാഗ് മാർക്ക് 2 ആന്റി ഗൈഡഡ് മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് DRDOയുടെ നാഗ് മാർക്ക് 2 എന്ന ടാങ്ക് ഗൈഡഡ് മിസൈൽ പരീക്ഷിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച നാഗ് MK2 ഏത് തരം മിസൈലാണ്? ആന്റി ടാങ്ക് ഫയർ ആൻഡ് ഫോർഗെറ്റ് ഗൈഡഡ് മിസൈൽ. വളരെ വിജയകരമായിട്ടാണ് DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇത് പരീക്ഷിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആർമിയിലേക്ക് ഇൻഡക്ട് ചെയ്യാണ്. ആർമിയുടെ ഭാഗമാക്കാൻ പോകുന്ന ഒരു മിസൈൽ ആണ് നാഗ് MK2 എന്ന് പറയുന്ന ഒരു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെയാണ്. 1990 ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. അന്ന് APJ അബ്ദുൽ കലാം ആണ് ഇതിനു വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ളത്. ഈ ഒരു മിസൈലിന്റെ തുടക്കം 1998 അന്ന് APJ അബ്ദുൽ കലാം ആയിരുന്നു ഈ ഒരു മിസൈലിലെ ആ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി. മൂന്നാം തലമുറ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗ് MK2 ഏത് ശ്രേണിയിൽ നിന്നാണ് വിജയകരമായി പരീക്ഷിച്ചത്? പോക്രാൻ ഫയറിംഗ് റേഞ്ച്, രാജസ്ഥാൻ. രാജസ്ഥാനിലെ പോക്രാൻ ഫയറിംഗ് റേഞ്ചിൽ വെച്ചാണ് നാഗ് MK2 എന്ന ആന്റി ടാങ്ക് ഫയർ ആൻഡ് ഫോർഗെറ്റ് ഗൈഡഡ് മിസൈൽ വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. പോക്രാൻ ഫയറിംഗ് റേഞ്ചിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫയറിംഗ് റേഞ്ച് ആണ് പോക്രാൻ. 1974 പോക്രാൻ 1 എന്ന ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് ഇതേ സ്ഥലത്താണ്. കൂടാതെ 1998 അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. ആ സമയത്ത് ഇന്ത്യയുടെ പോക്രാൻ 2 എന്ന് പറയുന്ന ഓപ്പറേഷൻ ശക്തി അത് വിജയകരമായി നടത്തിയിട്ടുള്ളതും പോക്രാൻ എന്ന ഫയറിംഗ് റേഞ്ചിലാണ്. DRDOയുടെ ചെയർമാൻ ആരാണ്? സമീർ വി കാമത്ത്. DRDOയുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് സമീർ വി കാമത്ത്. 1958 ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. കുംഭവാണി FM ചാനൽ ലോഞ്ച്ഡ് ഫോർ മഹാകുംഭ് 2025. 2025 മഹാകുംഭമേളക്കായി കുംഭവാണി FM ചാനൽ ആരംഭിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മഹാകുംഭ് 2025 മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏത് FM ചാനൽ ആരംഭിച്ചു? കുംഭവാണി 103.5 മെഗാഹെർട്സ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇദ്ദേഹം UPയുടെ മുഖ്യമന്ത്രിയാണ്. 2025 നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേള ഇതിൽ കുംഭവാണി എന്ന് പറയുന്ന FM ചാനൽ ഇത് ഉദ്ഘാടനം ചെയ്തു. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് കലാഗ്രാം. അതായത് കുംഭമേളയുമായി ബന്ധപ്പെട്ട കലാഗ്രാം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയി ബന്ധപ്പെട്ട കാര്യം ഉദ്ഘാടനം ചെയ്ത കാര്യം. ഏതാണ്ട് 40 കോടി ജനങ്ങളാണ് ജനുവരി 13 ആരംഭിച്ചിട്ടുള്ള കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയായിരിക്കുള്ള കുംഭമേള. ഇന്നലെ ആരംഭിച്ചപ്പോൾ ഏതാണ്ട് 1.5 കോടി ജനങ്ങളാണ് കുംഭമേള ഈ ഒരു സ്ഥലത്ത് സന്ദർശിച്ചിട്ടുള്ളത്. FM കുംഭവാണി പ്രത്യേകിച്ച് മഹാകുംഭ് 2025 നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി ഒരു പ്രത്യേക പരിപാടി ഏതൊക്കെ തീയതികളിൽ സംപ്രേഷണം ചെയ്യും? 2025 ജനുവരി 10 മുതൽ ഫെബ്രുവരി 26 വരെ. അപ്പൊ ജനുവരി 13 ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് കുംഭമേള. അലഹാബാദിന്റെ പുതിയ പേരായിട്ടുള്ള പ്രയാഗ്രാജിൽ ആരംഭിച്ചിട്ടുള്ളത്. ഗംഗ, യമുന, സരസ്വതി ഒത്തുചേരുന്ന ഈ ഒരു സ്ഥലത്താണ് കുംഭമേള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജനുവരി 10 കുംഭവാണി എന്ന FM ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന ഒന്നായിരിക്കുള്ളൂ FM കുംഭവാണി. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭ് നടത്തുന്ന 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക്. അപ്പൊ 4 സ്ഥലങ്ങളിലാണ് 12 വർഷം കൂടുമ്പോൾ, അതായത് ഓരോ 3 വർഷം കൂടുമ്പോഴും ഓരോ സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കാൻ പോകുന്നത്. ഈ പ്രാവശ്യം ഇത് നടക്കുന്നത് പ്രയാഗ്രാജിലാണ്. ഏതാണ്ട് 144 വർഷത്തിന് ശേഷം വ്യാഴം, ചന്ദ്രൻ, സൂര്യൻ ഈ 3 ഒരേ സ്ഥലത്ത് ഏതാണ്ട് പ്രത്യേക രീതിയിൽ വരുന്ന ഒന്നിനെയാണ് കുംഭമേളയിലെ ഒരു നല്ലൊരു ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നത്. 144 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒന്ന് വന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതായത് സൺ, മൂൺ ആൻഡ് ജൂപ്പിറ്ററിന്റെ ഒരു പ്രത്യേക പൊസിഷനിൽ വരുന്ന ഒന്നിനെയാണ് കുംഭമേളയായിട്ട് ബന്ധപ്പെടുത്തുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. DRDO's ഹിം കവച്, കൂൾ വെതർ മിലിറ്ററി അപ്പാരൽ.
DRDOയുടെ ഹിം കവച് കോൾ വെതർ മിലിറ്ററി അപ്പാരൽ. ഇത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ വീണ്ടും ഒരു വാർത്തയാണ്. ഇത് കണക്റ്റഡ് ടു മിലിറ്ററി പേഴ്സൺസിന്റെ ഒരു ഡ്രസ്സിനെ കുറിച്ചാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. DRDO രൂപകൽപ്പന ചെയ്ത മൾട്ടി ലെയർ കോൾ വെതർ വസ്ത്ര സംവിധാനത്തിന്റെ പേരെന്താണ്? ഹിം കവച്. ഒരു പ്രത്യേക തരം വസ്ത്രം, ഒരു ജാക്കറ്റ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. തണുപ്പിൽ നിന്ന് മിലിറ്ററി പേഴ്സൺസിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ഹിം കവച് എന്ന് പറയുന്ന പുതിയൊരു അപ്പാരൽ, അതായത് പുതിയ തരം ഒരു ഡ്രസ്സ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൾട്ടി ലെയർ തണുത്ത കാലാവസ്ഥ വസ്ത്ര സംവിധാനം ഹിം കവാച്ചിനെ സൈനിക ഉദ്യോഗസ്ഥരെ എത്ര താപനില വരെ സംരക്ഷിക്കാൻ കഴിയും? +20°C മുതൽ -60°C വരെ. അതായത് ഹിം കവാച്ച് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകതരം ജാക്കറ്റ് ഇതിനെ +20°C മുതൽ -60°C വരെ ആ തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം ഡ്രസ് ആണത്. ഇന്ന് -60°C എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു പവർ, അവരുടെ പ്രൊട്ടക്ഷൻ ഉള്ളത് രാജ്യത്തിന് വേണ്ടി. ഹിം കവാച്ചിന് മുമ്പ് സൈനികർ ഉപയോഗിച്ചിരുന്ന 3 പാളികളുള്ള വസ്ത്രത്തിന്റെ പേരെന്താണ്? എക്സ്ട്രീം കോൾ വെതർ ക്ലോത്തിങ് സിസ്റ്റം, ECWCS. അതായത് എക്സ്ട്രീം കോൾ വെതർ ക്ലോത്തിങ് സിസ്റ്റം ആണ് ഇതുവരെ ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന പുതിയൊരു അപ്പാരൽ അല്ലെങ്കിൽ ഡ്രസ് ആണ് ഹിം കവാച്ച്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ മറ്റൊരു ഹെഡിങ് ആണ് 150 years സെലിബ്രേറ്റ് ബൈ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് 150 വർഷം ആഘോഷിക്കുന്നു. ഇതും ഒരു കറണ്ട് അഫയേഴ്സ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 15 150 വർഷം പൂർത്തിയാക്കുന്ന സർക്കാർ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് IMD, ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. 150 വർഷം പഴക്കമുള്ള, ഇന്ത്യയിലെ വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണിത്. ഇന്ത്യ കാലാവസ്ഥ വകുപ്പ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1875 ജനുവരി 15. 1875 ജനുവരി 15 ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മെട്രോളജി എന്ന് പറയുമ്പോൾ അത് ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹബത്രയാണ്. IMDയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മെട്രോളജി DGIMD ഇത് ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹബത്ര. 2023 വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനിലെ 3ാമത്തെ ഒരു വൈസ് പ്രസിഡന്റ് ആണ് ഇലക്ടഡ് ആയിട്ടുള്ളത്, ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹബത്ര. 1875 ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ ആദ്യത്തെ കാലാവസ്ഥ റിപ്പോർട്ടർ ആരായിരുന്നു? ഹെൻറി ഫ്രാൻസിസ് ബ്ലാൻഫോർഡ്. ഹെൻറി ഫ്രാൻസിസ് ബ്ലാൻഫോർഡ് ആണ് 1875 ജനുവരി 15 IMD ഇത് സ്ഥാപിതമായപ്പോൾ അതിന്റെ ആദ്യത്തെ റിപ്പോർട്ടർ ഹെൻറി ഫ്രാൻസിസ് ബ്ലാൻഫോർഡ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ദേവജിത് സൈക്യ ഇലക്ടഡ് ന്യൂ BCCI സെക്രട്ടറി റീപ്ലേസസ് ജയ്ഷാ. ജയ്ഷായ്ക്ക് പകരക്കാരനായി ദേവജിത് സൈക്യയെ പുതിയ BCCI സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒന്നാണ് BCCI സെക്രട്ടറിയെ കുറിച്ച്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം ഒരു ടെമ്പററി ആയിട്ടായിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് ദേവജിത് സൈക്യ. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം BCCIയുടെ പുതിയ സെക്രട്ടറി ആയിട്ട്, പെർമനന്റ് ആയിട്ട് പുതിയ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 12 ഇന്ത്യയിലെ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡിന്റെ പുതിയ സെക്രട്ടറിയായി ആരാണ് ചുമതലയേറ്റത്? ദേവജിത് സൈക്യ. ആസാം സ്വദേശിയായിട്ടുള്ള മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ദേവജിത് സൈക്യ 2025 ജനുവരി 12 ഈ കഴിഞ്ഞ ഞായറാഴ്ച BCCIയുടെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇന്ത്യയുടെ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തു. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1928 ഡിസംബറിലാണ്. അത്രയും പഴക്കം ചെന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. 2025 ജനുവരി 12 ഇന്ത്യയിലെ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡിന്റെ പുതിയ ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പ്രബ്തേജ് സിംഗ് ഭാട്ടിയ. പ്രബ്തേജ് സിംഗ് ഭാട്ടിയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ജനുവരി 12 ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ പുതിയ ട്രഷറർ ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ICC ചെയർമാനായി ചുമതലയേറ്റ ജയ്ഷായുടെ
പകരക്കാരനായി ആരെയാണ് പ്രഖ്യാപിച്ചത്? ദേവജിത് സൈക്കിയ. ICCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ജയ്ഷാ. അദ്ദേഹമായിരുന്നു BCCI സെക്രട്ടറി. ICCയുടെ ചെയർമാൻ ആയി കഴിഞ്ഞപ്പോൾ ജയ്ഷാ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോളിന്റെ ന്യൂ സെക്രട്ടറി ആയിട്ട് ദേവജിത് സൈക്കിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് ആണ് മന്ത് ലോങ് ട്രൈബൽ ഫെസ്റ്റിവൽ ബോഡ ത്യോഹാർ ബിഗിൻസ് വിത്ത് ട്രഡീഷണൽ ഫേവർ. പരമ്പരാഗത ആവേശത്തോടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഗോത്ര ഉത്സവമായ ബോഡോ ത്യോഹാർ ആരംഭിക്കുന്നു. ഇന്ത്യൻ ട്രൈബൽസിന്റെയും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ, അതിനെക്കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഹിമാചൽ പ്രദേശിലെ ട്രാൻസ്ഗരി മേഖലയിലെ ഹട്ടി ഗോത്രങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവത്തിന്റെ പേരെന്ത്? ബോഡ ത്യോഹാർ ഉത്സവം. ഹിമാചൽ പ്രദേശിൽ കണ്ടുവരുന്ന ഒരു ട്രൈബൽസ് ആണ് ഹാട്ടി ട്രൈബ്സ്. ഇവരുടെ വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ബോഡോ ത്യോഹാർ ഫെസ്റ്റിവൽ ആരംഭിച്ചു. ഹട്ടി ഗോത്രങ്ങളുടെ ബോഡോ ത്യോഹാർ ഉത്സവത്തിന്റെ പ്രാദേശിക പേരെന്താണ്? മാക്കോക്കോ ത്യോഹാർ. മാക്കോക്കോ ത്യോഹാർ എന്നറിയപ്പെടുന്ന ലോക്കലി അറിയപ്പെടുന്ന ഈ ഒരു ഫെസ്റ്റിവൽ, ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് ബോഡോ ത്യോഹാർ ഫെസ്റ്റിവൽ എന്നാണ്. ഈ ഒരു ഫെസ്റ്റിവൽ ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലെ ട്രാൻസ്ഗരി മേഖലയിലെ ഹട്ടി ഗോത്രങ്ങൾ ഏത് തീയതിയിലാണ് ബോഡോ ത്യോഹാർ ഉത്സവം ആഘോഷിക്കുന്നത്? 2025 ജനുവരി 10 മുതൽ മാഘമാസം. ഈ ഒരു ഫെസ്റ്റിവലിന്റെ അവസാനം മാഘമാസത്തിന്റെ അവസാന ദിവസത്തിലാണ്. അതായത് ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ബോഡോ ത്യോഹാർ ഫെസ്റ്റിവൽ. ഇത് ആഘോഷിക്കുന്ന ഒരു ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഹാട്ടി ട്രൈബ്സ് ആണത്. ഹാട്ടി വംശം ഏതൊക്കെ 2 സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് താമസിക്കുന്നത്? ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും അതിർത്തിയിൽ വരുന്ന ഒരു ട്രൈബ്സ് ആണ് ഹാട്ടി ട്രൈബ്സ്. ഇന്ന് ഇന്ത്യയിൽ നിരവധി ട്രൈബ്സ് ആണ് ഉള്ളത്. ഓരോ സംസ്ഥാനങ്ങളിലും നിരവധി ട്രൈബൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഹാട്ടി ട്രൈബ്സ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡിൽ തന്നെ കണ്ടുവരുന്ന ഒരു ട്രൈബ്സ് ആണ്. അവരുടെ മനോഹരമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ബോഡോ ത്യോഹാർ ഫെസ്റ്റിവൽ. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.